ഹലോ ഫ്രണ്ട്സ്, അർജുനെ കുറിച്ച് ഇനിയൊരു വീഡിയോ ചെയ്യരുത് എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്നലെ ഗംഗാവലി പുഴയിൽ നിന്ന് നമ്മുടെ അർജുൻ്റെ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും ആ ഒരു കുടുംബത്തെ സോഷ്യൽ മീഡിയയിൽ വലിച്ചിടുന്നത് ഒഴിവാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഒരാളെങ്കിലും ഇന്നലെ ആ ഒരു വീഡിയോ കുറിച്ചിട്ട് ഇനി വേണ്ട, അർജുനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യരുത് എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് അർജുൻ്റെ സഹോദരി പത്രക്കാർക്ക് കൊടുത്തൊരു പ്രതികരണം കാണുന്നത്. ആ ഒരു പ്രതികരണം കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യണം തോന്നി. കാരണം നമുക്കറിയാം, അർജുനെ കാണാതായ അന്ന് മുതൽ ഇന്ന് വരെ മനാഫ് എന്നുള്ള ഒരു വ്യക്തി എത്രമാത്രം അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അന്ന് മുതൽ ഇന്ന് വരെ അർജുൻ്റെ വീഡിയോസ് കാണുന്ന ഓരോ ജനങ്ങൾക്കും അറിയാം, അല്ലെങ്കിൽ ഓരോ മലയാളികൾക്കും അറിയാം. അപ്പം അതിനിടയിൽ എന്താ പറയുക, മനാഫക്ക് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര തരം റിസ്ക് എടുത്തിട്ടാണ് അദ്ദേഹം ആ ഒരു സ്ഥലത്ത് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് ഓരോ മലയാളികൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം അർജുൻ്റെ ഒരു മൃതശരീരം ഇതുപോലെ കണ്ടെത്തിയ സ്ഥിതിക്ക് തന്നെ ഒരുപാട് ചാനലുകാർ അർജുൻ്റെ വീട്ടിലെത്തിയിട്ട് അവരുടെ പ്രതികരണം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ അർജുൻ്റെ സഹോദരിയായിരുന്നു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അർജുൻ്റെ സഹോദരി പത്രക്കാരോട് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ജനങ്ങൾക്കായാലും മീഡിയക്കാർക്കായാലും ഒരുപാട് നന്ദിയുണ്ട്. കാരണം അർജുനിപ്പം ഇന്ന് ഈ വീട്ടിൽ അർജുനെ കൊണ്ടുവന്ന് മൃതശരീരമായിട്ടാണെങ്കിലും അവനെ കണ്ടെത്തണം എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പം അതിന് എല്ലാവരോടും നന്ദി പറയുകയായിരുന്നു. അപ്പം അതിൽ മനഃപൂർവ്വം നമ്മുടെ മനാഫക്കാരെ ഒഴിവാക്കി വിടുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അർജുൻ്റെ സഹോദരിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നത്. ആദ്യ ടൈമിൽ തന്നെ അർജുൻ്റെ സഹോദരി അധികം എന്താ പറയുക, നമ്മുടെ മനാഫക്കാനൊന്നും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. എല്ലാ മീഡിയക്കാർക്കും, എല്ലാ കൂടെ നിന്ന നാട്ടുകാർക്കും എല്ലാവർക്കും തന്നെയാണ് അർജുൻ്റെ സഹോദരി നന്ദി പറയുന്നത്. ആ ഒരു ടൈമിൽ തന്നെ ഒരുപാട് ആളുകൾ കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇതെന്താണ് മനാഫക്കാനെ മനഃപൂർവ്വം ഒഴിച്ചു മാറ്റുന്ന പോലെ ഒരു രീതി എന്നൊക്കെ പറഞ്ഞിട്ട്. എങ്കിലും കുറേ ആളുകൾ പ്രതികരിച്ചു, അത് ഫസ്റ്റ് ടൈം അല്ലേ മീഡിയക്കാർക്ക് മുന്നിൽ ഇങ്ങനെ പറയുമ്പോൾ ആർക്കായാലും എല്ലാവരുടെ പേരും എടുത്ത് പറയാൻ പറ്റില്ല, ആരെങ്കിലുമൊക്കെ മിസ്സായി പോകും, അങ്ങനെ ആയിരിക്കും, അവരുടെ ഒരു മാനസിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ അങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുക, ഫസ്റ്റ് ടൈം അല്ലേ, നമുക്ക് ആ ഒരു ഇത് കാരണം നമ്മൾ അർജുൻ അല്ലെങ്കിൽ മനാഫ്ഖാൻ്റെ പേര് വിട്ടുപോയതാവും പറയാൻ എന്നാവില്ല എല്ലാവരും കരുതുക. അങ്ങനെ പിന്നീടും ഈ അർജുൻ്റെ സഹോദരി കൊടുത്ത ഒരു ഇതിലാണ് മനാഫ്ഖാനെ പൂർണ്ണമായിട്ടും എന്താ പറയുക ഒഴിവാക്കി വിടുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അർജുൻ്റെ സഹോദരിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആ ഒരു ചെറിയ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. ഈ മനാഫ് വളരെ വികാരപരമായാണ് സംസാരിക്കുന്നത്. മനാഫിനെ ആക്രമിക്കപ്പെട്ടു, വേട്ടയാടപ്പെട്ടു കഴിഞ്ഞു സൈബർ ഇടത്ത്. നിങ്ങളുടെ കുടുംബത്തിന് നേരെയും അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അഞ്ജുൻ എന്താണ്? മനാഫ്ഖാണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഒക്കെ നിന്ന ആളാണ്. പക്ഷെ മനാഫ്ഖാന്റെ അപ്പുറത്ത് ഒരു മുബീൻഖ എന്ന് പറഞ്ഞിട്ട് ലോറിന്റെ യഥാർത്ഥ ഓണർ മുബീൻഖ ആണ്. മനാഫ്ഖ ആണെങ്കിലും മുബീൻഖ ആണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട്, പക്ഷെ നമ്മൾ കുടുംബം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെ എൻ്റെ അനിയനാണെങ്കിലും അനിയത്തിയാണെങ്കിലും കൃഷ്ണ, അമ്മ, എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനത്തിന്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും മുട്ടിയ സമയത്ത് നമ്മൾ പല ആളുകളെടുത്ത് പോയി. ആ ആളുകളൊക്കെ നമുക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു തന്നു. ഈ ഡ്രഡ്ജർ എന്ന് പറഞ്ഞൊരു സംഭവം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ പോയി എന്നുള്ളത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കറക്റ്റായിട്ട് അറിയാം. ഇതാണ് അർജുൻ്റെ സഹോദരി പറയുന്ന ഒരു കാര്യം. അതിലെടുത്ത് പറയുന്നുണ്ട്, ഈ ലോറിയുടെ യഥാർത്ഥ ഡ്രൈവർ മനാഫക്കയല്ല, അത് വേറൊരാളാണ്. ആ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അത് കൂടാണ്ട് താനും തൻ്റെ ഹസ്ബൻഡും തൻ്റെ വീട്ടുകാരും അല്ലെങ്കിൽ മീഡിയക്കാർ തന്നെ സഹായിച്ചിട്ടുള്ള സർക്കാർ, ഇവരൊക്കെ പ്രത്യേകം തന്നെ ആ ഒരു അർജുൻ്റെ സഹോദരി എടുത്ത് പറയുന്നുണ്ട്. അതിനിടയിൽ ഈ മീഡിയക്കാർ ചോദിച്ചു എന്നുള്ള നിലയിൽ മാത്രം മനാഫിൻ്റെ ഒരു പേര് അവിടെ എടുത്ത് പറയുന്ന പോലെയാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തോന്നുന്നത്. നമുക്കറിയാം, മനാഫ് എന്നുള്ള ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാകും. അന്ന് തൊട്ട് ഈ 71 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അർജുന് വേണ്ടിയിട്ട് ആരാണ് അവിടെ നിലനിന്നിരുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ പേരേ ഉള്ളൂ, മനാഫ് എന്നുള്ള ഒരു വ്യക്തി. ആ ഒരു വ്യക്തി അന്ന് തൊട്ട് ഇന്ന് വരെ തൻ്റെ ബിസിനസ്സും കാര്യങ്ങളും വീട്ടുകാരെയും എല്ലാം മറന്നുകൊണ്ടാണ് അർജുന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് മഴയും വെയിലും ഒന്നും നോക്കാതെ നിലനിന്നിരുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം പറയാം, ഞാൻ മനാഫ്ഖാനെ പറ്റി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അന്നും ഇന്നും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, മനാഫ്ഖ അല്ലെങ്കിൽ മനാഫ്ഖാൻ്റെ ആ ഒരു തിരിച്ചിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം അവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അർജുനെ ഇന്നും അതിനിടയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു വ്യക്തിയുടെ ഇടപെടൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ മീഡിയയിൽ കാണുന്നത് മനാഫ് എന്നുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എത്രമാത്രം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ, അർജുനെ കുറിച്ചിട്ട് ഓരോ വീഡിയോസും കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാവും. അപ്പം അതിൽ മനാഫ്ഖാനെ എടുത്തു പറയാതിരുന്നത് എനിക്ക് സ്വാഭാവികമായിട്ട് എന്തായാലും ഒരു തെറ്റായിട്ട് തന്നെ തോന്നി. കാരണം നമ്മളെ ഒരു വ്യക്തി സഹായിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നന്ദി പറയാൻ പറ്റുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും പറയണം. ഇനി അഥവാ നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പറയുമ്പോഴെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ഓർക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അർജുൻ്റെ ഒരു സഹോദരിയുടെ ഭാഗത്ത് എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് തെറ്റുള്ള പോലെ തോന്നി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം.